ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സൺഡേ വ്ളോഗുമായിട്ടാണ്. അപ്പം ഇന്ന് നമ്മൾ താഴത്തെ വീട്ടിലാണുള്ളത്, അതായത് നമ്മുടെ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിൽ. അപ്പം എന്താ നമ്മുടെ ലിയോ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. അമ്മമാരിവിടെ അടുക്കളയിലെ ജോലി തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ലിയോ ഇവിടെ അണ്ടിപ്പരിപ്പിന് വേണ്ടിയിട്ട് അടുക്കള കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ലിയോ ഒരു വട്ടം പോയി പിന്നെയും വന്ന് വാങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇതാ കാണുന്നത്. അതും വാങ്ങി ആൾ സ്ഥലം വിടുന്നുണ്ട്. അതിന് തീർന്നിട്ട് പിന്നെയും വരും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ബിരിയാണിയാണ്. ബിരിയാണി ഇഷ്ടപ്പെടാത്തവരാരാണല്ലേ? ഞാനൊരു കൊല്ലംകാരിയാണ്, പക്ഷേ എനിക്ക് തലശ്ശേരി ബിരിയാണിയാണോ കൊല്ലം ബിരിയാണിയാണോ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും തലശ്ശേരി ബിരിയാണിയാണ്. കാരണം അതൊരു ഒന്നൊന്നര ടേസ്റ്റാണ് മോനെ. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് വേണ്ട മസാലയെല്ലാം അമ്മയുടെ റെഡി ആയിട്ടുണ്ട്. ഈ അമ്മമാർ പണിയെടുക്കുമ്പോൾ ഇതുപോലെ പെറുക്കി തിന്നുന്ന സുഖം വേറെ എങ്ങനെ കിട്ടില്ല ഗൈസ്, അല്ലേ? അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ? അപ്പം അമ്മ ഇവിടെ മസാല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അമ്മേൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി ആൻറ്റിക്ക് ചോറ് വെക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പം അമ്മേൻ്റെ മസാല എല്ലാം ആയിന്നാണ് ഇപ്പോൾ ഇത് പറയുന്നത്. ഇനിയിപ്പോൾ ചോറിന് വേണ്ടിയിട്ട് ആൻറ്റി അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇവിടെ സാലഡ് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കിങ്ങിണിനെ കാണണ്ടേ? ഇതാ ഗൈസ് കിങ്ങിണി. ആഴ്ചയിൽ ഒരിക്കൽ പണിയെടുക്കുന്ന എൻ്റെ ദുരിത കഥയാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ആഴ്ചക്ക് ഒരിക്കലേ വീട്ടിൽ പണിയെടുക്കൂ, എൻ്റെ പ്രകാശനം. 12 മണിക്ക് എണീറ്റ് വന്നിട്ട് അപ്പം നമ്മുടെ ലിയോ കുട്ടൻ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവൻ നോക്കി നിൽക്കുന്നത് നമ്മുടെ ലല്ലുവിനെയാണ്. ഇവൻ ജനലിൽ കൂടെ ഒരു കളിപ്പാട്ടം ഇട്ടെന്ന് പറഞ്ഞിട്ട് ലല്ലു നോക്കാൻ പുറത്തിറങ്ങിയപ്പോൾ ഇവൻ പുറത്തിറങ്ങിയതാണ് ഗൈസ്. അപ്പോൾ ജനലിൽ കൂടെ അവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എങ്ങും ഇല്ലായിരുന്നു. അപ്പോൾ ലല്ലു അടങ്ങ് നോക്കി ഇല്ല അമ്മയെന്ന് പറഞ്ഞു വന്നു. പക്ഷേ അകത്ത് വന്നപ്പോഴാണ് ലിയോൻ്റെ കയ്യിൽ തന്നെ കളിപ്പാട്ടം ഉണ്ടായിരുന്നു. അവൻ എവിടെയോ അതിട്ടിട്ട് ജനലിൽ കൂടെ ഇട്ടെന്ന് വെറുതെ പറഞ്ഞതാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ടി വിയിൽ സ്പീഡ് പടമാണ് നടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് പോകാം. അപ്പോൾ ആൻറ്റിയുടെ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പിലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് സാലഡിന് വേണ്ടിയിട്ട് അമ്മ ഇവിടെ തൈരൊക്കെ മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിങ്ങിണി ഇവിടെ സ്കിൻ കെയർ ഒക്കെ നടത്തുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇനി വ്ളോഗിൽ ഞാനുണ്ടാവില്ല എന്ന് വെച്ചിട്ടാണ് എൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ ഞാൻ പിടിക്കുന്നത്, എന്നെ പിടിച്ചത്. അപ്പോൾ നമ്മുടെ ലിയോ കുട്ടൻ ഇവിടെ കളിക്കുന്നുണ്ട്. ലിയോൻ്റെ കയ്യിരിക്കുന്ന ഈ കളിപ്പാട്ടം നേരത്തെ ജനലിൽ കൂടെ ഇട്ടെന്ന് വെച്ചിട്ടാണ് ലല്ലൂട്ടൻ നോക്കാൻ പോയത്. ഏട്ടൻ്റെ അനിയൻ്റെ സ്നേഹപ്രകടനം ഒന്നും പറയണ്ട, സ്നേഹിക്കുന്നത് കാണാം, പക്ഷേ ഇളയാൾ നല്ലോണം തിരിച്ചടിക്കുകയും ചെയ്യും. അപ്പം പെറുക്കി തിന്നണ്ട എന്ന് വെച്ചിട്ടായിരിക്കും ആൻറ്റി എനിക്ക് 2-3 കഴിക്കാൻ തന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ആൻറ്റി അവിടെ ഉള്ളിയെല്ലാം വാട്ടിക്കഴിഞ്ഞു. ഇനി ഇതാ നമ്മുടെ കിങ്ങിണി പാത്രം ആകെ ഞായറാഴ്ച മാത്രമേ പണിയെടുക്കുന്നത്, അതിനെ ഇത്ര വലിയ ജാട. കെട്ടിക്കാനായി, കാഴ്ചക്കില്ലെന്നേ ഉള്ളു. ആൻറ്റിയുടെ ചോറ് ഇവിടെ ആവുന്നുണ്ട്. അതിനില്ല അമ്മ എനിക്ക് പാത്രങ്ങളെല്ലാം എടുത്തോണ്ട് വരുന്നുണ്ട്. അമ്മ എനിക്ക് അവിടുന്ന് പാത്രങ്ങളെല്ലാം എടുത്തോണ്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് ബസ്സിൽ അപ്പോൾ ചോറിന് വേണ്ടിയിട്ട് ആൻറ്റി മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഉള്ളിയെല്ലാം റോസ്റ്റ് ചെയ്തോടെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ റോസ്റ്റ് ചെയ്ത് അണ്ടിപ്പരിപ്പ് കഴിക്കാൻ ടേസ്റ്റ് വേറെ തന്നെയാണ് അല്ലേ? അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ കിങ്ങിണി ഇവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കണം, അത് കഴിഞ്ഞിട്ടില്ല.
വാഷിംഗ് മെഷീൻ തുണി കിടപ്പുണ്ട്, ഇനി അത് ഒലുമ്പണം. അതെടുത്ത് ആറിയിടേ വേണ്ടു. ഏത് ചുമ്മാ അതാ അപ്പോൾ ഇനി നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ ക്യാമറയും നോക്കിക്കൊണ്ട് നടക്കുകയാണ്, ഇവർ പണിയെടുക്കുന്നുണ്ടല്ലോ, ചേച്ചി എന്താ ഒന്നും എടുക്കുന്നില്ലെന്ന് വിചാരിക്കുന്നുണ്ടാവും ഗൈസ്. ഇപ്പം ഞാൻ താഴേക്ക് വരുമ്പോൾ തന്നെ ഏകദേശം പണിയെല്ലാം ഇവർ ഒതുക്കി വെച്ചു. കാരണം ഞാൻ വരുമ്പം ലേറ്റായി. മേലെയാണ് വീട് എങ്കിലും ഫോൺ വന്ന് അവിടെ അങ്ങ് ഫോണും വിളിച്ചെങ്കിരുന്ന് ഏട്ടനുമായിട്ട് സംസാരിച്ച് പോയപ്പോൾ സമയം പോയതറിഞ്ഞില്ല. ഞാൻ തിരിച്ച് താഴേക്ക് വരുമ്പോഴത്തേക്ക് തന്നെ എടുത്ത ഏകദേശ പണി അമ്മമാരെല്ലാം തീർത്ത് വെച്ചിരുന്നു. പിന്നെ കിങ്ങിണി ഇപ്പോൾ പണിയെടുക്കുമ്പോൾ പാത്രം എടുത്ത് വെച്ചെങ്കിലും സഹായിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ 2-3 പാത്രങ്ങൾ അവിടെ കഴുകി വെക്കുമ്പോൾ എടുത്ത് കൊണ്ട് വെക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഇനി ഇവർ പണിയെടുത്തിട്ടില്ലെങ്കിലും ഇവരെല്ലാം പണിയെടുക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് സംസാരിക്കുന്നത് കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ് ഗൈസ്. നമ്മുടെ ലിയോയിലെല്ലാം അവിടെ TV കാണുന്നുണ്ട്, കളിക്കുന്നുണ്ട്. അമ്മ മസാല എല്ലാം ആക്കിയിട്ട് അമ്മേൻ്റെ പണി ഒതുക്കി കഴിഞ്ഞിട്ട് അമ്മ അവിടെ പോയിരിക്കുന്നുണ്ട്. ഇനി ചോറാകിയേ വേണ്ടു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കിങ്ങിണി പാത്രം കഴിയുമ്പോൾ 2-3 പാത്രങ്ങൾ എടുത്ത് വെച്ച് കൊടുത്താൽ വേഗം തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവളെ ഞാൻ സഹായിക്കുന്നത്. അപ്പോൾ ഇന്ന് വലിയ മേലനങ്ങി പണിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ വെറുതെ ഫ്രീ ആയിട്ടുള്ള ദിവസമായിരുന്നു ഇന്ന്. അല്ലെങ്കിൽ എല്ലാ ആൻറ്റിമാരും അമ്മമാരും എല്ലാം ഒത്തുകൂടുമ്പോൾ നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ അവിടെ പോയിരുന്നോ, നമ്മൾ പണിയെടുത്തോളാം. നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ പണി പാത്രം കഴിയുമല്ലോ അങ്ങനെയൊക്കെ ആയിരിക്കും. ബാക്കിയെല്ലാം ഈ അമ്മമാർ തന്നെ ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന ജോലി ഞാൻ ചെയ്യുന്നല്ലോ, ഇന്ന ജോലി നീ ചെയ്യണമല്ലോ എന്നുള്ളൊരു വേർതിരിവില്ലാണ്ട് എല്ലാവരും സ്നേഹത്തോടെ പോകുന്നതുകൊണ്ട് തന്നെ അതൊരു വല്ലാത്ത ഒരു സന്തോഷം തന്നെയാണ്. പറ്റുന്ന പണി എല്ലാവരും ചെയ്തു പോവുക അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ പണ്ടത്തെ കാലത്ത് പോലെ ഈ പണി നീ ചെയ്യണം, ആ പണി ഞാൻ ചെയ്യും, അങ്ങനെയൊന്നുമില്ല. പറ്റുന്ന വേണമെങ്കിൽ നമ്മൾ ചെയ്യും, അത്രയേ ഉള്ളൂ. അതിലാർക്കും അങ്ങോട്ട് പരിഭവവും പരാതികളൊന്നുമില്ല. അപ്പം നമ്മുടെ കിങ്ങിണീൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ബാക്കി പരിപാടി സാരി എടുത്ത് നോക്കണം. സാരി ഓണത്തിന് എടുക്കണമെങ്കിൽ എങ്ങനെയുണ്ട് നോക്കണം. ഞാൻ ഇതുവരെ സാരി ഉടുത്തിട്ടില്ല. അപ്പോൾ ഉടുത്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം ഗൈസ്. അപ്പം നമ്മൾക്ക് ഇനി അടുത്ത പരിപാടി ലിയോനെ ഉറക്കിയിട്ട് സാരി എടുത്ത് നോക്കണം. ഓക്കെ ബൈ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ജോഡി എന്ന് വെച്ചാൽ നമ്മുടെ ലിയോക്കുട്ടൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ട് അവനെ ഉറക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് സാരി ഉടുക്കൽ പരിപാടി നടക്കേണ്ടത്. ലിയോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതാ ലിയോക്കുട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതാ ഇപ്പോൾ ദോശ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലിയോക്കുട്ടൻ അടുക്കളയ്ക്ക് വന്നിരിക്കുന്നത്. ലിയോയ്ക്ക് ചൂലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ചൂലെടുത്തുകൊണ്ട് പോയിട്ട് അടിച്ചു വരാനും ആരെങ്കിലുമൊക്കെ അടിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഈ ചൂലിനെ കാണുമ്പം ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ ചട്ടിയപ്പാണ് ഗൈസ്. യെസ്. ലല്ലു ഗൈസ്. ഹലോ ഗൈസ് പറ. ആരെടുത്ത ഓടി വരാ? ഇപ്പൊ നന്ദുവിന്റെ അടുക്കേക്ക് പോവാ. കിങ്ങിണീനെ വിളിച്ചു. ഇത് മൂക്കോളം സീബയാണ് ഇളക്കിയത്. ശേഷം ഞാൻ ഇളക്കാൻ വന്നിട്ടാണ്. നമ്മളാകെ ആയതാ, മസാല ആയതാ, ചോറയാണല്ലോ. പറയണേ ഒരു സ്മൈലി തന്നെ. അപ്പോൾ നമ്മുടെ ലിയക്കുട്ടൻ്റെ അവിടെ ദോശ തിന്നുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഓടി കളിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ആരടുത്താണോ ഓടി വരാമെന്ന് പറഞ്ഞിട്ട് കളിക്കണമെന്ന് പറഞ്ഞിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് തരുവൊക്കെ പോയി തട്ടുന്നുണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ അതിനോട് വെള്ളം ചോദിച്ചു, വെള്ളം കുടിച്ചു. അപ്പോൾ നമ്മൾ ചോറിന് വേണ്ടിയിട്ട് വെള്ളമെല്ലാം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക്
ലല്ലു അല്ലേ ഹൈറ്റ് വെച്ചേട്ടാ. ഗൈസ് ഗൈസ് ഇതിലൊന്നും ഇതാകും 21 ഗൈസ് 20 വയസ്സ് 26 ഒരു ഹായ് പറയാൻ. ഒന്നുകൂടെ ഹായ് പറഞ്ഞ. അപ്പോൾ നമ്മുടെ ചോറ് വെന്ത് സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അത് അമ്മ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ലിയോ ദോശയെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ ലിയോനെ ഞാൻ ഉറക്കാൻ മേലോട്ട് കൊണ്ടുപോവാണ്. ഇനി ഇവനെ ഉറക്കണം. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ നേരം ഉറങ്ങും. ചിലപ്പം ഇപ്പോൾ ഒരു 1 മണി ആവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു 3 മണി അങ്ങനെയൊക്കെ വരെ കിടന്ന് ഉറങ്ങും. 3 മണി 4 മണി വരെയൊക്കെ ഉറങ്ങും. ചിലപ്പോൾ ഇടയ്ക്ക് എണീറ്റാലും പിന്നെ അങ്ങ് ഉറങ്ങിക്കോളും. പാല് കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ കിടന്ന് ഉറങ്ങാം. അപ്പം അങ്ങനെ കളിപ്പിച്ചും എടുത്തും ഒക്കെ നമ്മുടെ ലിയോക്കുട്ടൻ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അടുത്ത സെറ്റ് സാരി കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഇവക്കൊന്ന് സാരി കൊടുത്ത് നോക്കണം. അതായത് ഇവക്ക് ഓണപ്പരിപാടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് സാരി കൊടുത്തിട്ട് രസമുണ്ടോ നോക്കിയിട്ട് സെറ്റ് സാരി അവൾക്ക് വാങ്ങണം. എന്നാലും അവൾ വാങ്ങും. അതായത് നമുക്ക് ഇന്ന് സെറ്റ് സാരി ഒന്ന് കൊടുത്ത് നോക്കാം. ലിയോ അവിടെ ഉറങ്ങുന്നുണ്ട്. ലിയോ എണീറ്റ് നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ടും പോകും. അപ്പം നമുക്ക് ഇതാദ്യം ഫസ്റ്റ് പ്ലേറ്റ് പിടിക്കണം. പ്ലേറ്റ് പിടിച്ചതിന് ശേഷം നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം. അപ്പം ഈ ഭാഗം സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ ടാസ്ക്കാണ് സാരി ഉടുക്കുന്നത്. ഇതല്ലേ ഫ്രണ്ട് തിരിച്ചിട്ട് സാരി തിരിച്ചിട്ട് ചെറിയ പ്ലേറ്റ് മതി. അപ്പം ചെറിയ പ്ലേറ്റിൽ നമുക്ക് എടുക്കാം. അത് ഇത്ര മതി. നോക്കട്ടെ നിന്റെ ലെങ്ത് നോക്കട്ടെ. ഇത്ര മതി, കുറച്ച് മതി. എത്ര മതി അവക്ക്. അപ്പൊ ഇവിടെ അടുത്തൊരു മരപ്പണി നടക്കുന്നുണ്ട്. നല്ല സമയം. അതുകൊണ്ട് അതിന്റെ ഒരു സൗണ്ട് ഉണ്ടാവും ഗൈസ്. ഇങ്ങനെ അവരോട് ഇനിയിപ്പോ ഒന്നും പറയാൻ പറ്റൂല. ഇനി നമ്മുടെ പ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവർ ബ്ലൗസ് മാറ്റിട്ട് വരാം. ബ്ലൗസ് പാവാട വേണം. അപ്പൊ ഇനി നമുക്കിതൊന്ന് സാരി എടുത്തു കഴിഞ്ഞ് ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാന്നുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മുടെ കിങ്ങിണിയുടെ ഏകദേശം സാരി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ കിങ്ങിണിയുടെ സാരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് നല്ലോണം ഒരു വീഡിയോ എടുക്കണം ഗൈസ്. കുറച്ച് ഐലൈനറൊക്കെ ഒന്ന് വരച്ചിട്ട് നമുക്ക് ഇനി അടുത്ത കാണാം. ഓക്കെ, തുറന്ന ക്ലിപ്പെല്ലാം സ്ലൈഡെല്ലാം വലുതായോണ്ട് അപ്പൊ ഗൈസ് നമ്മുടെ കിങ്ങിണിയുടെ സെറ്റ് സാരി ഉടുത്തിട്ട് അവക്ക് ഓണത്തിന് ഇപ്പൊ എന്തായാലും ഉടുക്കാൻ എനിക്ക് ഓർമ്മണ്ട. അമ്മ പറഞ്ഞെന്ന് വിചാരിച്ചല്ലേ, അഥവാ ലെങ്ത് എന്തെങ്കിലും മടക്കി അടിക്കുക, അന്നേരം കുറച്ച് ഇതാവല്ലോ. അതെ, അപ്പം മടക്കി അടിക്കുക. അപ്പൊ നമ്മുടെ സാരി എല്ലാവർക്കും സാരി ഉടുത്തിട്ട് കിങ്ങിണിക്ക് ചേരുന്നുണ്ടോ താഴെ കമന്റ് ഗൈസ്.
അപ്പോൾ ഇനി നമുക്ക് ഫുഡ് അടിക്കണം. ഓക്കെ, ഫുഡ് അടിച്ചിട്ട് ബൈ. അപ്പോഴത്തേക്കും അമ്മമാരിവിടെ പുറത്തു നിന്നതാണ്. അവർ ഇവളെ സാരി എടുത്ത് കണ്ടപ്പോഴത്തേക്കും ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കളയാന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്. അപ്പം നമ്മൾ രണ്ടാൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പം സമയം 1 മണിയായി, ലേറ്റായി. ഇനിയിപ്പം നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അപ്പം നമ്മുടെ ബിരിയാണി ഇതാണ് ഗൈസ്. അപ്പം നമ്മുടെ ലിയോ കുട്ടൻ എണീറ്റായിരുന്നു. ഇപ്പം എൻ്റെ ഒപ്പം ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതാ മേലെ ഇരിപ്പുണ്ട്. ഇതിലിപ്പം നമ്മളൊന്ന് കഴിക്കട്ടെ. അപ്പം നമ്മൾ ചോറെല്ലാം കഴിച്ച് ഇനി നമ്മൾ റെസ്റ്റിലാണ്. അമ്മയെല്ലാം ഇവിടെ ഇല്ല, അമ്മയെല്ലാം പോയി. ഇവന്മാരിവിടെ കളിക്കുന്നുണ്ട്. ആരാണ് എൻ്റെ കൊച്ചിനെ അടിച്ചത്? ഇന്നെല്ലാവോ ഇനി നടക്കുവാ? കാറ്റാ? അങ്ങനെ ഹായ് അപ്പുറം കണി ഒന്നാക്കും, പക്ഷെ ചുറ്റിനുള്ളതാക്കൂല നമ്മള്. അത്ര പ്രൊഫഷണൽ ആയിട്ടില്ല. പച്ചയാക്കും, നമ്മള് ചുറ്റിനുള്ളാക്കൂല. എന്തെങ്കിലും ഒന്നും ആക്കിയല്ലോ. ഹലോ, എന്താ ഇവിടെ? ജിങ്കിടി ജിങ്കാലി ജിങ്കാലി. പിടിച്ചോ. നല്ല മഴ പെയ്യാൻ പോവാണ്. ഒരാഴ്ചയായിട്ട് ഇപ്പം അടുപ്പിച്ച് മഴ തന്നെയാണ്. വെയിലില്ല. വെയിലുണ്ടായിരുന്നപ്പോൾ വിചാരിച്ചു ഇനി മഴയെല്ലാം തീർന്നെന്ന്. ഇപ്പം വീണ്ടും മഴ തുടങ്ങിയിട്ടുള്ള കേട്ടിട്ടുണ്ട്. ഓണമൊക്കെ അടുത്ത് വരുമ്പോൾ ഒരു മഴ ഉണ്ടാവുമെന്ന്. അതിൻ്റെ ആയിരിക്കുമെന്ന് അറിയില്ല. ഇപ്പം കുറേ മഴ തന്നെയാണ്. വെയിലെന്ന് പറയുന്ന സംഭവം നമുക്കിപ്പോൾ കാണാനില്ല. ലല്ലു അത് തന്നെയാണ് പറയുന്നത്, മഴയുള്ളത് എന്ന് പറഞ്ഞിട്ട്. സ്കൂളിൽ ലീവ് തന്നാൽ അന്നത്തെ ദിവസം വെയിലുണ്ടാവും. അതാണ് അവനിപ്പോൾ പറയുന്നത്. പിന്നെ അതാ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനൊരു വഴിയുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് നടക്കാനും നിൽക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട്. പിന്നെ മക്കളെ അങ്ങനെ നമ്മൾ ഇറക്കാറില്ല, കാരണം പേടിയാണ്. പിന്നെ ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് ഇതാ കാണുന്നതാണ് നമ്മുടെ വീട്. അവിടെ നിന്നിട്ട് നമ്മളിതാ ഇവിടെ ഇങ്ങോട്ട് വിളിക്കും. അതാണ് ഗൈസ് നമ്മുടെ വീട്. മാറ്റും. അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് ഗൈസ്. അയ്യോ, തീരെ ഉറങ്ങാത്തൊരു സാധനം. ലിയോ എന്നാ ഇത്? ഹായ്യാ? ഹലോ പറഞ്ഞാലോ? മഴ എന്നാ ലിയോ? മഴ പറഞ്ഞ മഴ. ലിയോ മഴ. ആ, അച്ഛൻ, അച്ഛമ്മ. അച്ഛമ്മ പറയാൻ അറിയില്ല. അച്ചാച്ചൻ പറ. ആപ്പ. ആൻറ്റി പോലും. ആൻറ്റി. കിങ്ങിണി. നന്ദു വിളി. നന്ദു. ആ, അമ്മമ്മ.
അമ്മമ്മ പറഞ്ഞേ. അപ്പപ്പ. മഴ പെയ്യും. മഴ പറഞ്ഞേ. പാപ്പ. പഴം. പഴം. മിഠായി പറഞ്ഞേ. മിഠായി. മിട്ട. ഗുഡ് എങ്ങനെയാ പറയാ? അയ്യോ. മഴേനെ കണ്ട സന്തോഷം കഴിച്ചു. മഴ നല്ലവണ്ണം പെയ്യാൻ തുടങ്ങി. നല്ല ഓണമായി, മഴയായി. ഓ ഫുള്ള് കളി തന്നെ. അതാ നമ്മുടെ വീട്ടിലതാ രാത്രി പോലും ആയിട്ടില്ല ഗൈസ്. ആടെ കണ്ടില്ലേ പോസ്റ്റിൽ എന്തൊരു ഉത്തരവാദിത്വം ഇതിന് കൂടിപ്പോയിട്ടാണ് തോന്നുന്നത്. ലൈറ്റ് വരെ ഇപ്പോഴും കത്തിച്ചിട്ടേക്കാണ്. എന്താ നല്ല മഴയൊക്കെ, സെറ്റ് മഴ. മഴ സമയത്ത് നിനക്ക് തിന്നാൻ ഏറ്റവും ആഗ്രഹമുള്ള സാധനം എന്താ? മറ്റേ ചായയും ഉള്ളിവട. എനിക്ക് ചായ ഉള്ളിവട. ലല്ലൂന് എന്താണ് കഴിക്കാൻ ഇഷ്ടം? ഹൈടെക്കിലാണ് ഇപ്പോഴത്തെ കാലത്ത്. 90s കൊച്ചു. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തിനാൻ ആയിരം കാലങ്ങൾ പിന്നെയും ലിയോയ്ക്ക് എന്താ ഇഷ്ടല്ല? ചായന്റെ ഒപ്പം എന്നാ? ചോറാ? നോ. എന്നാ ഇഷ്ടല്ല? ചായയാണോ പാപ്പാണോ? അതാണ് ലിയോയ്ക്ക് ഇഷ്ടം. എന്തോ ഒരു സാധനം സർക്കസ് വേണം. ആയിരം കലകൾ കുട്ടിലെ മിന്നലായി മിന്നൽ മഴ നെഞ്ചിട്ടൂടാൻ എങ്ങുമില്ല മാറില്ലാണു നീ കണ്ണോട് കണ്ടപ്പോ കണ്ടെത്തി ഞാൻ ആയിരം കാലകൾ പൂത്തുവിഞ്ഞു പിന്നെയും കണ്ട നേരം പുതിരി പൂത്തുവിഞ്ഞു ഉള്ളിലൊളിച്ചൊരു കൊട്ടലെ മിന്നലായി മിന്നൽ മഴ അയ്യനിട്ട പെണ്ണിലഴകി. ചായ കുടിക്കണം. അമ്മ എല്ലാം പോയിട്ട് വന്നിട്ടില്ല, അവര് പുറത്ത് പോയിട്ടല്ല. ചായ വെച്ചിട്ട് വേഗം വരുന്നു ഗൈസ്. അപ്പോൾ ഇവിടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ചായ വെക്കുന്ന നേരത്തെ ഇങ്ങനെ കുളിക്കാൻ പോയിട്ടുണ്ട്. കുളിച്ചിട്ട് വന്നിട്ട് ചായ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചായ കുടിക്കാൻ തുടങ്ങി. അപ്പോൾ ലിയോ ദാ അവിടെ പാല് കുടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ വന്നതാണ് ചായ കുടിക്കുന്ന. ലല്ലുവിട്ടോട്ട് ചായ കുടിച്ചിട്ട് ലല്ലു അത് TV-ൻ്റെ അടുത്തിട്ട് പോയിട്ടുണ്ട്. അമ്മയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സമയം ഒരു 5:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു സൺഡേ ഇതോടെ അവസാനിച്ചിരിക്കുന്നു. ഇനി രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കിങ്ങണീൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ രാവിലെ കുളിച്ചതുകൊണ്ടും മഴയായതുകൊണ്ട് നല്ല തണുപ്പാണ്, അതുകൊണ്ട് ഞാൻ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങാം, രാവിലെ കോളേജിൽ പോവുക, ലല്ലു സ്കൂളിൽ പോവുക, ഇതൊക്കെ തന്നെ നമ്മൾ വീണ്ടും റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്ന. അപ്പോൾ നാളെ മടിയാണ്, മഴയായതുകൊണ്ട് രാവിലെ എണീക്കുന്ന ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.